അങ്ങനെ ഇവിടെ പിന്നെ ഉറങ്ങിയില്ല. രാവിലെ ഒരു 7 മണിയൊക്കെ ആയപ്പോൾ വേഗം ഇവിടെ വീട്ടിലേക്ക് പോയി. വീട്ടിലെത്തിക്കുന്ന അച്ഛനോടും അമ്മനോടും ഈ ഒരു കാര്യം പറഞ്ഞു. ഞാൻ ഇങ്ങനെ ഒരു സംഭവത്തിനെ കണ്ടു എന്നുള്ളത് പറഞ്ഞ് എന്റെ ചേച്ചീനോട് വിളിച്ച് പറഞ്ഞു. ചേച്ചീന്റെ ഹസ്ബൻഡിനോട് ഈ ഒരു കാര്യം പറഞ്ഞു. പക്ഷെ ഇവരാരും ആ ഒരു ടൈമിൽ ചേച്ചിയുടെ ഹസ്ബൻഡിന്റെ അമ്മനോടും അച്ഛനോടും ഈ ഒരു കാര്യം പറഞ്ഞിട്ടില്ല കേട്ടോ. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഈ ചേച്ചിയുടെ ഹസ്ബൻഡിന്റെ അമ്മ എന്ന് പറയുന്നത് ലൈക്ക് ഭയങ്കര ഏജ്ഡ് ആയിട്ടുള്ള ആളൊന്നല്ല, കുറച്ച് യങ് ആയിട്ടുള്ള ആളാണ്. ആൻഡ് ഇവരാണെന്നുണ്ടെങ്കിൽ എല്ലാ കാര്യത്തിനും മുന്നിട്ട് നിൽക്കുന്ന, എല്ലാവരെ കണ്ടാലും സംസാരിക്കുന്ന, അങ്ങനത്തെ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. ഇവര് ഈ ഒരു സംഭവങ്ങൾ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ തൊട്ട് പെട്ടെന്ന് ഇവരുടെ മാനേഴ്സ് എല്ലാം ഭയങ്കര ചേഞ്ച് ആവാൻ തുടങ്ങി. അതായത് ഭയങ്കര ഏജ് ആയിട്ടുള്ള ആൾക്കാർ, ഇപ്പൊ നമ്മള് നല്ല പ്രായമുള്ള ആൾക്കാരുടെ അടുത്ത് പോയാൽ അവര് നമ്മളെ തിരിച്ചറിയാൻ കുറച്ച് ടൈം എടുക്കൂലേ, അതുപോലെ ആവാൻ തുടങ്ങി. ഇവർക്ക് ആരെ കണ്ടാലും തിരിച്ചറിയാൻ കഴിയാത്ത ഒരു അവസ്ഥ. അതുപോലെ ഭയങ്കര സ്ലോ ആയിട്ടാണ് അവരെ തിരിച്ചറിയുക, അവരോട് സംസാരിക്കാനൊക്കെ എല്ലാ കാര്യത്തിനും ഇങ്ങനെ ബാക്ക് ആവാൻ തുടങ്ങി. ആ ഒരു ടൈമിലെന്നുണ്ടെങ്കിൽ ഈ ചേച്ചിയുടെ ഹസ്ബൻഡിന് ഒരു പെങ്ങളൂടി ഉണ്ട്. അങ്ങനെ ഇവര് 2 മക്കളാണുള്ളത്. അതിൽ ഈ മോളുടെ കല്യാണം കഴിഞ്ഞു പോയി. ആൻഡ് ഇവരുടെ ഹസ്ബൻഡ്, ഈ ലേഡീന്റെ ഹസ്ബൻഡ് വർക്കിന്റെ ആവശ്യത്തിനായിട്ട് വീട്ടിൽ നിന്ന് പോവുകയും ചെയ്ത്, ചേച്ചിയുടെ ഹസ്ബൻഡും നാട്ടിലല്ല കേട്ടോ വർക്ക് ചെയ്യണത്. അങ്ങനെ എല്ലാവരും വീട്ടിൽ നിന്ന് പോയപ്പോൾ ഒരു ഒറ്റപ്പെടൽ ഉണ്ടാവില്ലേ, അങ്ങനെ മാറിയതാക്കാരെന്നാണ് ആദ്യം എല്ലാവരും വിചാരിച്ചത്. പിന്നെ ഇതിങ്ങനെ ഭയങ്കര വഷളാവാൻ തുടങ്ങി. അതായത് എപ്പോഴും ഇങ്ങനെ വെയ്യാണ്ടായി ഹോസ്പിറ്റലൈസ്ഡ് ആവും. ചെക്ക് ചെയ്യുമ്പോഴാണെന്നുണ്ടെങ്കിൽ ഡോക്ടേഴ്സ് പറയും ഇവർക്കൊരു പ്രശ്നമില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ സൈക്കാട്രിസ്റ്റിനൊക്കെ കാണിക്കാൻ തുടങ്ങി. പക്ഷെ ഒരു മാറ്റമില്ല. അങ്ങനെ എന്ത് ചെയ്തിട്ടും മാറാണ്ടായപ്പോൾ ഇവർ ജസ്റ്റ് ഹോറോസ്കോപ്പ് നോക്കി. അപ്പൊ ആ പൂജാരി പറഞ്ഞു ഇവരുടെ മേത്ത് ഭയങ്കര ഏജ്ഡ് ആയിട്ടുള്ള ഒരു സ്പിരിറ്റ് ഉണ്ട്, അതിന്റെ മാനേഴ്സ് ആണ് ഇവർ കാണിക്കുന്നത്, അതിന്റെ ഇഷ്യൂസ് ആണ് ഇവർക്ക് ഉള്ളത് എന്നുള്ളത് പറഞ്ഞു. ഇങ്ങനെയൊക്കെ കേട്ട് നമ്മൾ ആരാണെങ്കിലും വിശ്വസിക്കൂലല്ലോ. ആൻഡ് ഇവരും വിശ്വസിച്ചില്ല. ടൈമിൽ പൂജാരി അത് എങ്ങനെയാന്നുള്ളത് കറക്റ്റ് ഇങ്ങനെ ഡിസ്ക്രൈബ് ചെയ്ത് കൊടുത്തു. അതിന്റെ കോലെല്ലാം കറക്റ്റ് ഡിസ്ക്രൈബ് ചെയ്ത് കൊടുത്തു. എന്താണ് ഏജും അവസ്ഥയും കാര്യങ്ങളും പറഞ്ഞു കൊടുത്തപ്പോ പക്ക അനു പറഞ്ഞ അതേ ക്രിയേച്ചർ, അതായത് അനു കണ്ടിക്കുന്നത് ആ ഒരു ക്രിയേച്ചറിനെയാണ്. ഈ അച്ഛനും അമ്മക്കും അല്ലാതെ എല്ലാവർക്കും ഈ അനു ഇത് കണ്ടത് അറിയാലോ. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഇത് വിശ്വസിക്കല്ലാണ്ട് വേറെ മാർഗ്ഗമല്ല. കാരണം ഈ കുട്ടി ഇത് കറക്റ്റ് ഇതിനെ കണ്ടിട്ടുണ്ട്. ആൻഡ് ഈ പൂജാരി പറഞ്ഞു ഈ അമ്മ ഒരു ദിവസം ഒരു രാത്രി 7 മണിയൊക്കെ ആയ സമയത്ത് കുളിക്കാൻ പോയിട്ട് കുളത്തിന്റെ അവിടെ നിന്ന് എന്തോ കണ്ടു പേടിച്ചിക്കണേ. അങ്ങനെ ഇങ്ങോട്ട് പേടിച്ചിട്ടുണ്ടായിരുന്നില്ല. ആ ടൈമിലാണ് ഈ സ്പിരിറ്റ് മേത്തേക്ക് കയറിയിരിക്കണെന്നുള്ളത് പറഞ്ഞു.